ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേരം ചിന്തിച്ചിരിക്കുക, ആലോചിച്ചിരിക്കുക, ചിലപ്പോൾ കാട് കയറി ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് സത്യമാണോ മിഥ്യയാണോ എന്ന തിരിച്ചറിവില്ലാതെ പല കാര്യങ്ങളും വെറുതെ ചിന്തിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഓവർ തിങ്കിങ്ങിന്റെ ഒരു ഫലമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ പെൻഡിങ് ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിലപ്പെട്ട നമ്മുടെ സമയം ഓവർ തിങ്കിങ്ങിൽ ചെലവഴിച്ച് നമുക്ക് ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നവരാണ്. അപ്പം എങ്ങനെ നമുക്ക് ഓവർ തിങ്കിങ് എന്നുള്ളതിനെ മാനേജ് ചെയ്യാം, അതിന്റെ ചില ടിപ്സുകൾ, അത് മാനേജ് ചെയ്യാനായിട്ടുള്ള 10 ടിപ്സുകൾ അല്ലെങ്കിൽ 10 സ്ട്രാറ്റജികളെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒന്നാമതായിക്കൊണ്ട് ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യോഗ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ പറയുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യോഗ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ദിവസവും ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇവിടെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള മ്യൂസിക്, അതുപോലെ തന്നെ റിംഗ് ട്യൂണുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം, ഏത് രൂപത്തിലാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി മെഡിറ്റേഷൻ അല്ല എങ്കിൽ നമ്മുടെ മതത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾ, അത് നമ്മുടെ ആരാധനാലയങ്ങളിൽ പോയിക്കൊണ്ട് നമ്മളത് നിർവഹിക്കുകയും ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു ടിപ്പാണ് സെറ്റ് ടൈം ലിമിറ്റ് എന്നുള്ളത്. സെറ്റ് ടൈം ലിമിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കും. നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ഇടപെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരവധി ആളുകളുമായും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇടപെടുന്ന ആളുകളുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മേളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു ആശങ്ക ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സെറ്റ് ടൈം ലിമിറ്റ്. ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ എണീറ്റത് മുതൽ നമ്മുടെ പ്രഭാത കർത്തവ്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠനത്തിന് പോകുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, ശേഷം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത്തരം നമ്മുടെ ദിനേന നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് ഒരു സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് സെറ്റ് ടൈം ലിമിറ്റ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഒരു സമയം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന രണ്ടാമത്തെ സ്ട്രാറ്റജി. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ചാലഞ്ച് നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത്. നമ്മുടെ മനസ്സിലേക്ക് പല നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കടന്നു വരും. നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില നെഗറ്റീവ് തോട്ട്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അതിനെ അവിടെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതൊരു ശീലമാക്കുക, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഇവിടെ മൂന്നാമത്തെ സ്ട്രാറ്റജിയായ ചാലഞ്ച് നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് രൂപത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളായാലും അതിന് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന നാലാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് എൻഗേജ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത്. എൻഗേജ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മുഴുകുക. അതായത് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടോ, രാവിലെ എണീറ്റ് ഓടാൻ പോയിക്കൊണ്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും കളികളിൽ ഏർപ്പെട്ടുകൊണ്ടോ, ഈ രൂപത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ ജിമ്മിൽ പോയിക്കൊണ്ടോ, ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലുള്ള ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ആ രൂപത്തിൽ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന അഞ്ചാമത്തെ സ്ട്രാറ്റജിയാണ് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് എന്നുള്ളത്. ഡിസ്ട്രാക്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും, പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങളുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ബിസിനസ്സുകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരുപാട് ബാധ്യതകളുള്ള ആളുകളായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു സൊല്യൂഷനും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ
പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മ്യൂസിക് കേൾക്കുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ പുസ്തകം വായിക്കുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യാത്ര ചെയ്യുകയോ, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആ രൂപത്തിലുള്ള മറ്റുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് പോസിറ്റീവായ നല്ല രൂപത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയെ അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് എന്നുള്ള സ്ട്രാറ്റജി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള 6ാമത്തെ സ്ട്രാറ്റജിയാണ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഓവർ തിങ്കിങ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള വ്യക്തികൾ അത് ചിലപ്പോൾ നമ്മളെക്കാൾ വലിയവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ സമൂഹത്തിലോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളോട് ആളുകൾ എന്തെങ്കിലും മോശമായ രീതിയിലോ, അതല്ല എങ്കിൽ നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന രൂപത്തിലോ ഒക്കെയുള്ള സമീപനങ്ങൾ നമ്മളോട് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ കാര്യമാക്കേണ്ടതില്ല. മറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പ്രവോക്ക് ചെയ്യുകയാണ്, പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പോസിറ്റീവായ രീതിയിൽ മനസ്സിലാക്കുക. അതിനെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ നമ്മുടെ മനസ്സിലേക്ക് അതിനെ കടത്തി വിടാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുകയും അത്തരം കാര്യങ്ങളെ ചിരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിക്കൊണ്ട് കാണാൻ ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട 7ാമത്തെ സ്ട്രാറ്റജിയാണ് ലിമിറ്റ് എക്സ്പോഷർ ടു ട്രിഗേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും, നിരവധി ആളുകളുമായി ബന്ധമുള്ള ആളുകളായിരിക്കും. ഇത്തരം ആളുകളിലൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, ചിലപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഭീകരമായ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ അത്തരം ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുടെ ഒരു സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ചിലപ്പോൾ ടോക്സിക് ആളുകളായിരിക്കും. അപ്പോൾ നിരവധി ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അത് ആ ഒരു ട്രിഗർ, ആ ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വ്യക്തി അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടെ അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുക. അത് ഉണ്ടായി തീരാനുള്ള അവസരങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഉള്ള ഒരു എക്സ്പോഷർ നമ്മൾ കുറച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ആ രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അതിന്റെ ആ ഒരു എക്സ്പോഷർ അതിനെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലിമിറ്റ് എക്സ്പോഷർ ടു ട്രിഗേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ടെൻഷനാകും. എന്നിട്ട് പിന്നെ ആ വ്യക്തി കൂട്ടുകൂടുന്ന ആളുകളുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് കണക്റ്റായി ചിന്തിച്ച് കാട് കയറി ചിന്തിച്ച് ടെൻഷനായി അങ്ങനെ ഉറങ്ങാൻ പറ്റാതായി ആ രൂപത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്ന ട്രിഗർ, ആ ഒരു പ്രത്യേക പോയിന്റ് എന്താണോ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് എക്സ്പോഷർ ചെയ്യാനുള്ള അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷ്വലായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനൊക്കെ ആ തോന്നലുകളൊക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ലിമിറ്റ് എക്സ്പോഷർ ടു ട്രിഗേഴ്സ് എന്ന സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട 8ാമത്തെ സ്ട്രാറ്റജിയാണ് സെറ്റ് ബൗണ്ടറീസ് എന്നുള്ളത്. അപ്പോൾ സെറ്റ് ബൗണ്ടറീസ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് നെറ്റ്വർക്കുകൾ, നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളോട് കടപ്പാടുള്ള, ഒക്കെ നമ്മളോട് കമ്മിറ്റ്മെന്റ് ഉള്ള, നമുക്ക് തിരിച്ചും കമ്മിറ്റ്മെന്റ് ഉള്ള, നമ്മളോട് സ്നേഹമുള്ള, നമുക്ക് വിശ്വാസമുള്ള ആളുകളുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് ബൗണ്ടറീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം ആളുകളോട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു, അവർക്കും പല കാര്യങ്ങളും നമ്മളോടും നമുക്ക് പറഞ്ഞു തരാനും സാധിക്കുന്നു. അത്തരം ആളുകളെ സംബന്ധിച്ച് അത്തരം ആളുകളിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. അപ്പോൾ ആ രൂപത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു ഓവർ തിങ്കിങ്ങിന്റെ അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരം ആളുകളുമായിട്ട് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് ബൗണ്ടറീസ് എന്ന 8ാമത്തെ സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്ന 9ാമത്തെ സ്ട്രാറ്റജിയാണ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്നുള്ളത്. അപ്പം സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓവർ തിങ്കിങ് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല, എന്ത് തന്നെ ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ അതിനും പറ്റുന്നില്ല എങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഫോക്കസ് ഓൺ സൊല്യൂഷൻ
എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വല്ല ഡിപ്രഷനിലേക്കോ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്കോ വഴുതി വീഴാതെ നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ഓൺ സൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി.